ഹായ്, നമസ്കാരം. ഹെയ്ഡൻസ് മാജിക് പിയാനോ ലെസൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോട്ട് എങ്ങനെയാണ് നോക്കി വായിക്കുന്നതെന്ന് മനസ്സിലാക്കി. അഥവാ നമ്മുടെ കയ്യിലുള്ള നൊട്ടേഷൻ അല്ലെങ്കിൽ സ്കോറിലേക്ക് നോക്കി നോട്ടുകളെ പറഞ്ഞ് പഠിക്കുക. സ്കോറിൽ നോക്കി നോട്ടുകൾ അനായാസം പറയാൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കീബോർഡിലേക്ക് പോയിരിക്കേണ്ടത്. കീബോർഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ 5 വിരലുകൾ ഇപ്പോൾ നമ്മൾ സി സ്കെയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. സി സ്കെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സി മുതൽ സി വരെ ഉള്ള നോട്ടുകളാണ്. സ മുതൽ സ വരെ, അല്ലെങ്കിൽ സ റി ഗ മ പ ധ നി സ. ഇവിടെ നമ്മൾ സി ഡി ഇ എഫ് ജി എ ബി സി. കീബോർഡിലെ സിയുടെ സ്ഥാനം ഞാൻ പറഞ്ഞല്ലോ. 2 കറുത്ത കട്ടകൾ, 3 കറുത്ത കട്ടകൾ എന്ന ക്രമമാണ് കീബോർഡിലുള്ളത്. അതിലെ 2 കറുത്ത കട്ടകളിൽ ആദ്യത്തെ കറുത്ത കട്ടയുടെ ഇടത്ത് വശത്തത്, അല്ലെങ്കിൽ 2 ബ്ലാക്ക് കീസിൽ ഫസ്റ്റ് കീയുടെ ലെഫ്റ്റ് കീയാണ് സി. ഈ സി മുതൽ നമ്മുടെ വിരലുകൾ ക്രമമായി വെച്ചാൽ സി ഡി ഇ എഫ് ജി എന്നുള്ള 5 വിരലുകൾ നമുക്ക് കീബോർഡിൽ ക്രമമായി വയ്ക്കാനായിട്ട് കഴിയും. നമ്മുടെ ഈ 5 വിരലുകളും കൃത്യമായി വച്ചുകൊണ്ട് ആദ്യത്തെ ഹാൻഡ് പൊസിഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. ആദ്യ ഘട്ടത്തിൽ ഈ 5 വിരലുകൾ മാത്രം ഉപയോഗിച്ച് 5 നോട്ടുകൾ കൊണ്ടുള്ള കുറച്ച് ലെസൺസാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സമയം കൊണ്ട് ഒരു ഹാൻഡ് പൊസിഷനിൽ നിന്നുകൊണ്ടുള്ള നോട്ടുകൾ വായിക്കാനായിട്ട് പഠിക്കും. തുടർന്ന് നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പോർഷനിലേക്ക് കടക്കുമ്പോൾ ഇതേ നോട്ടുകൾക്ക് ആനുപാതികമായിട്ടുള്ള കോഡുകളാണ് പ്ലേ ചെയ്യേണ്ടത്. കോഡുകളെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വിശദമായി പറയും. അഥവാ ലെഫ്റ്റ് ഹാൻഡിലെ നമ്മുടെ വായിക്കാനുള്ള പോർഷനാണ് കോഡുകൾ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ റൈറ്റ് ഹാൻഡ് വളരെ നന്നായി നൊട്ടേഷൻ ആയിട്ടും ഫിംഗറിലെ പ്രാക്ടീസായി മെച്ചപ്പെടുത്തിയെടുത്താൽ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് ഒരു ഭാരമല്ലാതെ വരും. ഇനി നമ്മൾ കീബോർഡ് വായിക്കാൻ ആരംഭിക്കുകയാണ്. കീബോർഡ് വായിക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്ത കൗണ്ടിങ് 1 and 2 and 3 and 4 and എന്നാണ് 4/4 ടൈമിൽ, അല്ലെങ്കിൽ കോമൺ ടൈമിൽ നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അഥവാ ടൈം സിഗ്നേച്ചറിൽ 4/4, മുകളിലും 4 താഴെയും 4 ആയിട്ട് വരുന്ന ടൈം സിഗ്നേച്ചർ. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നെ പഠിക്കാം. ഇങ്ങനെ 4/4 എന്നോ കോമൺ ടൈമിൻ്റെ ചിഹ്നമായ സി എന്നോ ഒരു നൊട്ടേഷനിൽ കണ്ടാൽ അവിടെ 4 ബീറ്റ്സ് ആണ് വരുന്നത്. 1 and 2 and 3 and 4 and എന്ന് കൗണ്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം 1 2 3 4 എന്ന് കൗണ്ട് ചെയ്താൽ പോരാ. 1 and 2 and 3 and 4 and എന്ന് തന്നെ കൗണ്ട് ചെയ്യണം. അതിൻ്റെ ആവശ്യം വരുന്നത് നിങ്ങൾക്ക് കൊയ്വർ നോട്ടുകൾ അല്ലെങ്കിൽ ഹാഫ് ബീറ്റ് നോട്ടുകൾ കൗണ്ട് ചെയ്യേണ്ടി വരുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതിനുള്ള ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയിലാണ് നമ്മൾ ആദ്യം തന്നെ 1 and 2 and 3 and 4 and എന്ന് നമ്മൾ പഠിച്ച 4 നോട്ടുകളും ചേർത്ത് വെച്ച് വായിക്കാവുന്ന തരത്തിലുള്ള ഒരു കൗണ്ടിങ് എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായും പിന്തുടരുക. മറ്റൊരു കാര്യം, ഈ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന നോട്ടിൻ്റെ പിച്ചിൽ വേണം കൗണ്ട് ചെയ്യാൻ. ഇൻ പിച്ചിലായിരിക്കണം ആ നോട്ട് കൗണ്ട് ചെയ്യുന്നത്. നമ്മൾ വായിക്കുന്ന നോട്ടിൻ്റെ പിച്ച് സി ആണെന്നിരിക്കുക. ആ സി വായിക്കുമ്പോൾ 1 and 2 and 3 and 4 and 1 and 2 and 3 and 4 and എന്ന് ട്യൂണിൽ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സിംഗിങ്ങിനുള്ള ശേഷിയും ശ്രുതിബോധവും വർദ്ധിച്ചു വരുവാൻ അത് ഉപകരിക്കും. ഒരിക്കൽ കൂടി പറയാം, നിങ്ങളുടെ പാട്ട് പാടുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം കുറച്ചുകൂടെ ക്രമീകരിക്കപ്പെടുകയും ഒപ്പം തന്നെ നിങ്ങളുടെ ശ്രുതിബോധം ഒരു നോട്ട് കേൾക്കുമ്പോൾ അത് ശ്രുതിപൂർണ്ണമാണോ അല്ലെങ്കിൽ പിച്ചവിട്ടിലാണോ പാടുന്നതെന്ന് തിരിച്ചറിയാനുള്ള നിങ്ങളുടെ കഴിവ് അത് വർദ്ധിച്ചു വരാനായിട്ട് ഈ കൗണ്ടിങ് ഇൻ പിച്ചിൽ ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. കൃത്യമായും എന്നെ ഫോളോ ചെയ്യുന്നവർ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്, നമ്മൾ ഈ കീബോർഡ് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ കീബോർഡ് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലരും നിങ്ങളോട് ആവശ്യപ്പെടും ഒരു പാട്ട് വായിച്ച് കേൾപ്പിക്കാവോ. അപ്പോൾ പുതിയൊരു പാട്ട് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കണമെങ്കിൽ നൊട്ടേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ മനസ്സിലുള്ള ഒരു നോട്ട് നിങ്ങൾക്ക് കീബോർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിന് ഉള്ള ഒരു മുൻ ഒരുക്കമാണ് ഈ കൗണ്ടിങ്, പിച്ചിലുള്ള കൗണ്ടിങ്. ഇങ്ങനെ പിച്ചിൽ കൗണ്ട് ചെയ്ത് നമ്മൾ വായിച്ചു വരുമ്പോൾ നമ്മുടെ ശ്രുതിയും നമ്മുടെ വിരലിൻ്റെ ചലനങ്ങളും കണക്റ്റ് ആകും. ഇങ്ങനെയാണ് മനസ്സിലുള്ള പാട്ട് നമ്മൾ കീബോർഡിൽ വായിക്കുന്നത്. അപ്പോൾ ഈ നൊട്ടേഷൻ ഇങ്ങനെ വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് ഇൻ പിച്ചിൽ കൗണ്ട് ചെയ്ത്
വായിച്ച് മുമ്പോട്ട് പോയാൽ വലിയ താമസമില്ലാതെ നമ്മൾ ഈ കീബോർഡിൽ മനസ്സിലുള്ള പാട്ട് വായിക്കാൻ ഉള്ള ശേഷി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഇതൊരു വലിയ കാര്യമായിട്ട് ആദ്യമേ കാണരുത്. കാരണം നമ്മുടെ ലെഫ്റ്റ് പോർഷൻ റെഡിയാകാൻ കിടക്കുന്നു. അതിൽ നൊട്ടേഷൻസ് പഠിക്കാനും വിരലുകളെ പ്രാക്ടീസ് ചെയ്യിക്കാനുമുണ്ട്. ഇതെല്ലാം വന്നതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് മനസ്സിലെ പാട്ട് വായിക്കുക എന്നുള്ളത്. ഒരു കാര്യം ഞാനിവിടെ പറയട്ടെ, ഓടിത്തുള്ളി വന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല മ്യൂസിക്. വളരെ ലളിതമായി പഠിക്കാൻ കഴിയും. പക്ഷേ എല്ലാ കാര്യങ്ങളും തിടുക്കത്തിൽ സാധിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് പറ്റുന്ന ഒരു സബ്ജക്റ്റല്ല മ്യൂസിക്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങൾ പഠിച്ച് ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ് യോജിപ്പിക്കുന്നത് പോലെ പല ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് വേണം നമുക്ക് കീബോർഡിലേക്ക് വന്ന് അതിനെ നല്ല നിലയിൽ വായിക്കാൻ. യൂട്യൂബിലെ ട്യൂട്ടോറിയലുകൾ കണ്ടിട്ട് പലരും ആ വായിക്കുന്ന ആളുകളുടെ വിരലുകളെ നോക്കി വായിക്കാൻ പഠിച്ച് വായിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വായനയിലേക്ക് വരാം. ഇവിടെ നമ്മൾ 5 വിരലുകൾ 5 കീകളിൽ ഫിക്സ് ചെയ്ത് വെച്ചു. ഇൻ പിച്ചിൽ കൗണ്ട് ചെയ്തുകൊണ്ട് വായന ആരംഭിച്ചു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിരലുകൾ കീബോർഡിൽ ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. ഈ ടച്ച് ചെയ്തിരിക്കുന്ന അവസ്ഥ മാറ്റം വരുത്തരുത്. അഥവാ കീയിൽ നിന്ന് നിങ്ങളുടെ വിരൽ പൊങ്ങിപ്പോരരുത്. കീ അങ്ങോട്ട് താഴുന്ന ആ ഏരിയ, അതിൻ്റെ പ്ലേ ഏരിയ, അത് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിരൽ കൊണ്ട് മാത്രം നമ്മൾ കീബോർഡിനെ താഴേക്ക് അമർത്തുന്നു. ആ വിരൽ മാത്രം തിരിച്ചു വരുന്നു. അപ്പോൾ അത് കീയിൽ നിന്ന് പറഞ്ഞു പോരരുത്. അഥവാ കീയിൽ ഒട്ടി തന്നെ ഇരിക്കണം. ഈ നിലയിലാണ് നമ്മുടെ ആദ്യത്തെ പ്രാക്ടീസ് വരുന്നത്. നമ്മൾ പക്ഷേ കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള ആളുകൾ കൈ പൊക്കി വായിക്കുന്നു, കൊട്ടുന്നത് പോലെയൊക്കെ വായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പിയാനോ അതിൻ്റെ അല്ലെങ്കിൽ കീബോർഡിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിരലുകൾ അതിൻ്റെ ഉപരിതലത്തിൽ ടച്ച് ചെയ്ത് വെച്ചുകൊണ്ട് ആ വിരലുകൾ മാത്രം താഴ്ത്തുക. അങ്ങനെ സിംഗിൾ ആയി വിരലുകൾ താഴ്ത്താനും ഉയർത്താനും കഴിയുന്ന തരത്തിലുള്ള പ്രാക്ടീസാണ് അതിൻ്റെ ഫസ്റ്റ് പ്രാക്ടീസ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വിരലുകൾ വയ്ക്കുക, വിരലുകളെ ഒന്നൊന്നായി താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുക. അങ്ങനെ 5 വിരലുകൾക്കും പ്രത്യേകം പ്രാക്ടീസ് കൊടുക്കണം. 5 വിരലുകളും പ്രത്യേകമായി പ്രാക്ടീസ് ചെയ്ത് എല്ലാ വിരലുകളെയും ഒരേ നിലയിൽ ചലിപ്പിക്കാനായിട്ട് ഉള്ള ട്രെയിനിങ് കൂടെ ഈ ഘട്ടത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടം കടന്നു കഴിഞ്ഞാൽ കീബോർഡിൻ്റെ ഒരു പ്രധാന കടമ നമ്മൾ കടന്നു കഴിഞ്ഞു. വിരൽ പൊങ്ങിപ്പോരാതെ, ഒരു വിരൽ ഞെക്കുമ്പോൾ മറ്റൊരു വിരൽ ഉയർന്നു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാതെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വിരലുകളും വളരെ ഫ്ലോയിൽ താഴ്ത്താനും ഉയർത്താനും കഴിയുന്ന ഫസ്റ്റ് ഘട്ടം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് നൊട്ടേഷൻ വായിക്കാൻ. ഇതുവരെ നിങ്ങൾ നൊട്ടേഷൻ വായിക്കുന്ന വീഡിയോ കണ്ടു, ഒരുപക്ഷെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും, നൊട്ടേഷൻ നിങ്ങൾ വായിക്കാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെയാണ് വായിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോട്ടിലേക്ക് വരാം. നമുക്ക് കീബോർഡിൽ നിന്ന് വായിച്ചു നോക്കാം. വായിക്കുമ്പോൾ എങ്ങനെയാണ് വിരലുകൾ ഇരിക്കേണ്ടതെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. 1 and 2 and 3 and 4 and 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 വായിക്കുന്നത് ശ്രദ്ധിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. നിവർന്നിരിക്കുക, നിങ്ങളുടെ വിരൽ തുമ്പുകൾ കീകളിൽ കൃത്യമായും പ്ലേസ് ചെയ്യുക. വായിക്കുമ്പോൾ കേൾക്കുന്ന പിച്ചിൽ കൗണ്ട് ചെയ്യുക. ഒരു കാരണവശാലും നോട്ടിൽ നിന്ന് കണ്ണ് പറിക്കാതിരിക്കുക. നമ്മൾ നോട്ട് മനസ്സിലാക്കുന്നു, നമ്മുടെ വിരൽ എവിടെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു, ആ വിരൽ അമർത്തുന്നു. ഈ പ്രോസസ്സ് തുടരുക. ഒരു ഘട്ടം കൂടി നിങ്ങൾ വളർച്ചയിൽ മുമ്പോട്ട് വരും. തുടർന്ന് വീഡിയോകളുണ്ടാകും. മുമ്പുള്ള വീഡിയോകൾ കൂടി നിങ്ങളൊന്ന് പലവട്ടം പല പ്രാവശ്യം കാണാൻ ശ്രമിക്കണം. അതിലെ കാര്യങ്ങൾ ഒന്നുകൂടെ ഉറപ്പിച്ച് പഠിക്കാൻ ശ്രമിക്കണം. ഹെയ്ഡൻസ് മാജിക് പിയാനോ ലെസണിലൂടെ നിങ്ങൾ ഒരു പടി കൂടി മുന്നേറി എന്ന വിശ്വാസത്തിൽ നിർത്തട്ടെ.